നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 മെയ് മാസത്തെ രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. രോഹിണി നക്ഷത്രം എന്ന് പറയുമ്പോൾ ഇടവക്കൂറാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രക്ഷാസ്ഥാനത്തേക്ക്, അതായത് ലഗ്നത്തിൻ്റെ 2ാം ഭാവത്തേക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നു എന്ന് പറഞ്ഞതാണ് ഈ മാസത്തെ ഒരു പ്രത്യേകത. കാരണം മെയ് മാസം 14-ാം തീയതി വ്യാഴത്തിൻ്റെ മാറ്റം വരുമ്പോൾ ജന്മരാമവനേ ദുഃഖം എന്ന് പറയുന്ന ദോഷം ചെയ്തിരുന്ന വ്യാഴം രക്ഷാസ്ഥാനത്ത് നിൽക്കുന്നത് കാരണം സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ടും അതേപോലെ വിദ്യാർത്ഥികൾക്ക് നന്നായിട്ട് പഠിക്കാനും പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സാധിക്കുന്ന സമയമാണ്. സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാകുകയും കർമാഭിവൃദ്ധി ഉണ്ടാകുകയും ചെയ്യും. കാരണം ചന്ദ്ര ലഗ്നാധിപതിയുടെ 10ാം ഭാവാധിപതി കർമാധിപതിയായിരിക്കുന്ന ശനി സർവാഭിഷ സ്ഥാനത്താണ് നിൽക്കുന്നത്, ലഗ്നാധിപതിയോട് ചേർന്നാണ്. അപ്പോൾ ലഗ്നാധിപതി ഉച്ച ബലവാനായി നിൽക്കുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വിജയം നേടാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്ന ഒരു ഗുണമുണ്ട്. ലഗ്നാൽ നിവർത്തി സ്ഥാനാധിപതി സഹായ സ്ഥാനത്താണ് ഈ മാസത്തിൽ. അപ്പോൾ അത് കാരണം ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും. പക്ഷെ എന്നാൽ പോലും ശുക്രന് മന്ദയോഗം പോലെയുള്ള കാര്യങ്ങളുള്ളത് കാരണം പുതിയ വിവാഹ ബന്ധങ്ങൾക്കൊക്കെ ഈ മാസത്തിൽ ചെറിയ തടസ്സങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേതു 5ാം ഭാവത്തിൽ നിന്നും 4ാം ഭാവത്തിലേക്ക് മാറും. അപ്പോൾ ഈ കാര്യം വലിയൊരു ദോഷമായിട്ട് കാണുന്നില്ല. കാരണം മാനസികമായിട്ട് ടെൻഷനും പൂർവ്വജന്മ ദുരിതവും അനുഭവിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾക്ക് ആ ഒരു ദോഷങ്ങളൊക്കെ മാറി മാനസികമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമാണ്. അപ്പോൾ ഈ ശുക്രനെയും ശനിക്കും ഒക്കെ ഒരു രാഹുഗതിക്കുള്ളൊരു ബന്ധനദോഷം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ദോഷങ്ങളൊക്കെ മാറുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഏറ്റവും നല്ല തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടുക, വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകാൻ സാധിക്കുക, വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കേണ്ടി വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമാണ്. പക്ഷേ 4ാം ഭാവത്തിലേക്കാണ് കേതു മാറിയിരിക്കുന്നത്. അപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ വിപരീത സ്വഭാവം, സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷൻ തോന്നുക, അതേപോലെ തന്നെ വീട് വിട്ട് നിൽക്കാനിട വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന രാഹു ഇപ്പോൾ തൊഴിലെടുത്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ഇടയ്ക്ക് ചില മുടക്കങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ടെങ്കിലും കർമാധിപതി ലാഭസ്ഥാനത്താണ്. അപ്പോൾ എല്ലാ ഗ്രഹങ്ങളുടെയും ഇഷ്ടഭാവസ്ഥിതി വന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഗുണമാണ് ഇപ്പോൾ ഉള്ളത്. അത് മാത്രമല്ല, മറഞ്ഞ ബുധൻ നിറഞ്ഞ വിദ്യ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. 12ാം ഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. കാരണം ബുധൻ നിൽക്കുന്നത് വിദ്യാസ്ഥാനാധിപതിയും 5ാം ഭാവാധിപതിയുമായിട്ടാണ് 12ാം ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പം മറഞ്ഞ ബുധൻ നിറഞ്ഞ വിദ്യ എന്ന് പറയുന്ന ഒരു ഗുണം ചെയ്യും. എങ്കിൽ പോലും സാമ്പത്തികമായിട്ട് അനാവശ്യമായിട്ട് ധനം കളഞ്ഞു പോകാതിരിക്കാനായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. 5ാം ഭാവം എന്ന് പറയുമ്പോൾ പൂർവ്വജന്മ സംബന്ധമായിരിക്കുന്ന ഗുണങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ പോലും നല്ല പ്രാർത്ഥന ഉണ്ടാകണം. ഈ 2 ഗ്രഹങ്ങളുടെ മേജറായ മാറ്റം ഉണ്ടെങ്കിൽ പോലും പ്രാർത്ഥനയോട് കൂടിയിട്ടും മാനസികമായിട്ട് ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയാലാണ് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ട് ഈ മാസത്തിൽ അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.